ഇന്ന് മോളുടെ സ്കൂളില് പേരൻസ് മീറ്റിംഗ് ആയിരുന്നേ. മിഡ് ടൈം എക്സാമിന് ശേഷമുള്ള പേരൻസ് മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി പോയി. ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ ആയപ്പോഴായിരുന്നു മീറ്റിംഗ്. അപ്പോൾ മീറ്റിംഗിന് ശേഷം നമുക്ക് കുട്ടികളായിട്ട് പോരായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോളുമായിട്ട് ഇങ്ങ് പോന്നു തിരിച്ച്. അപ്പോൾ ആളെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമായിരുന്നു. നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു, എന്താന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞാൽ മതി, ഇന്ന് ട്രീറ്റ് ഉണ്ട്, പുറത്ത് കൊണ്ടുപോകാം, എന്താന്ന് വെച്ചാൽ മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആൾക്ക് ആർട്ടിന്റെ ഐറ്റംസ് മതി, നന്നായിട്ട് ഡ്രോയിങ് ചെയ്യും. അപ്പോൾ ആർട്ടിന്റെ ഐറ്റംസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈവനിങ്ങിൽ ഞങ്ങൾ പുറത്തു പോകാനൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ഈവനിങ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണയൊന്നും ചേർക്കാതെ ചെറിയ രീതിയിൽ എണ്ണയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പഴംപൊരി ഉണ്ടാക്കിയതാണ്. അതിനുശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. ഈവനിങ് ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോകാമെന്ന് തീരുമാനിച്ചാണ്. ഇനിയിപ്പം പോവണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്കത് ഭയങ്കര വിഷമാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ എന്തായാലും പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങി. അങ്ങനെ നേരെ ബുക്ക് സ്റ്റാളിലേക്കാണ് പോയത്. ബുക്ക് സ്റ്റോളിൽ പോയ ശേഷം അവിടുന്ന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. ആൾക്ക് ഇഷ്ടമുള്ള എല്ലാ ആർട്ടിന്റെ കാര്യങ്ങളൊക്കെയാണ് എടുത്തത്, അല്ലാതെ വേറെ ഒന്നും അങ്ങനെ മേടിക്കില്ല. അപ്പം ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു. അതിനുശേഷം എങ്കിൽ പുറത്തു നിന്ന് ഫുഡും കഴിക്കാന്ന് വെച്ചേ. കോൾ ബാർബിക്യൂ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഞങ്ങൾ ഈ ബുക്ക് സ്റ്റോറിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ കയറിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് ഉദ്ദേശമില്ലായിരുന്നു. ഞങ്ങൾ ഫുഡ് മേടിച്ചിട്ട് വീട്ടിൽ പോകും, വീട്ടിൽ പോയിട്ട് പതുക്കെ വീട്ടിലിരുന്ന് കഴിക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. വൈകുന്നേരം ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ കഴിക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ ബുക്ക് സ്റ്റോറിൽ കയറുന്നതിന് മുന്നേ ഇവിടെ കയറി. അപ്പം ഞങ്ങൾ അവിടെ ഫസ്റ്റ് ടൈം കയറി. ഞങ്ങൾ കുറെ പ്രാവശ്യമായിട്ട് അവിടെ കയറണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എപ്പോഴും കേരള റെസ്റ്റോറൻ്റ് ഒക്കെ തപ്പി അവിടെയൊക്കെ കയറുന്നത് കൊണ്ട് ഇവിടെ അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും കയറിയപ്പം പാഴ്സൽ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവിടെ ബൊഫേ ആണ്, പാഴ്സൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷെങ്കിൽ പിന്നീട് ഞങ്ങൾ തീരുമാനം മാറ്റി ബുക്ക് സ്റ്റാളിൽ കയറിയ ശേഷം വീണ്ടും തിരിച്ചവിടേക്ക് തന്നെ വന്നിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പൊ അവിടെ കയറിയില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടമായിരുന്നു. അത്രയ്ക്ക് നല്ല ഫുഡായിരുന്നു. ബഫേ ആയിരുന്നു. ഗ്രിൽഡിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഫിഷ്, ചിക്കൻ, മട്ടൻ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ മോൾക്കാണെങ്കിലും ഇഷ്ടപ്പെട്ട പിസ്സ, മോമോസ്, ഐസ്ക്രീം, അങ്ങനെ പാസ്ട്രി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഹാപ്പിയായി, മോളും ഹാപ്പിയായി, ഞങ്ങളും എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. നല്ല ഒരു ആംബിയൻസും ആണ് അവിടെ. നമുക്ക് ഇഷ്ടപ്പെടും. നല്ല ഒരു ആംബിയൻസും നല്ല ഫുഡും. ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാൻ തോന്നുന്ന ഒരു രീതിയിലുള്ള അവിടുത്തെ സർവീസും എല്ലാം ഭയങ്കര നല്ല സർവീസ് ആണെങ്കിൽ പ്രത്യേകം പറയേണ്ട കാര്യം. ഭയങ്കര നമ്മളെ അങ്ങ് സ്നേഹമായിട്ട്, നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് സൽക്കരിക്കുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇനിയും വരണം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.